അപ്പോൾ ഈ ഒരു ബിന്ദുവിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് അത് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നതാണെന്ന്. അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നതിന് കാരണം അദ്ദേഹം ഇതുപോലെ ഒരു കേസ്, സോളാർ സരിതയുടെ കേസ്, ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളപ്രചരണം നടത്തിയ ഒരു വ്യക്തിയായതുകൊണ്ടാണ്. ആണ് കർമ്മ എന്ന് പറയുന്നത്. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ നമ്മൾ വിട്ടുപിരിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും തെറ്റായ വിവരങ്ങളെല്ലാം പറയുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ഇപ്പോൾ ആ കർമ്മ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അത് എത്ര വർഷം കഴിഞ്ഞാലും തിരിച്ചു കിട്ടും. നമ്മൾ ചെയ്തത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, കെ ബി ഗണേഷ് കുമാർ ഒരു മന്ത്രിയാണ്. ഇങ്ങനെ ഭാര്യയെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മറ്റു പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് ഭാര്യ കാണുകയും അങ്ങനെ പോലീസിൽ പരാതി കൊടുക്കുകയുമെല്ലാം ചെയ്ത കെ ബി ഗണേഷ് കുമാറിനെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല? അത് എൽ ഡി എഫിൻ്റെ മന്ത്രി ആയതുകൊണ്ടാണ്. അപ്പോൾ എൽ ഡി എഫിന് എന്തും ചെയ്യാമെന്നും ഈ ഒരു വിഭാഗക്കാർക്ക് എന്തും ചെയ്യാം, അവരെ ആരും അറസ്റ്റ് ചെയ്യില്ല എന്നാണോ കേരളത്തിലെ നിയമം? അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി, എൽ ഡി എഫിലെ വലിയ ആളായ ശ്രീ ഗോവിന്ദൻ, ഇവരെല്ലാം എവിടെ? എന്തുകൊണ്ട് ഇവർ വായ തുറക്കുന്നില്ല? ഇതിനെതിരെ എന്തുകൊണ്ടൊരു വാക്ക് ശബ്ദിക്കാൻ അവർക്ക് കഴിയുന്നില്ല? കഷ്ടം തന്നെയാണ് കേരളത്തിലെ അവസ്ഥ. അതായത് എൽ ഡി എഫിന് എന്തും ചെയ്യാം, മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അറസ്റ്റ്, ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാലും പ്രൊട്ടക്ഷൻ. കഷ്ടം.